ദേവൂട്ടിയുടെ കാര്യത്തിന് ഉടനെ തന്നെ ഒരു തീരുമാനം ഉണ്ടാവുമോ ഘോര? എന്താ സംശയം തമ്പി? ഞാൻ അവിടെ എത്തി 24 മണിക്കൂറിനുള്ളിൽ അവളെ ഞാൻ എന്റെ ഉപാസനാമൂർത്തികൾക്ക് ബലി നൽകും. പിന്നെ ആത്മാവിനെ എന്റെ ഭൂതഗണങ്ങളുടെ നേതാവാക്കി മാറ്റും. ഇനി ഘോരയുടെ അജ്ഞാനവർത്തിയായി ശിഷ്ടകാലം അവളുടെ ആത്മാവ് ഈ ഭൂമിയിൽ കഴിയും. അത് ഘോര ഇഷ്ടമുള്ളതുപോലെ ചെയ്തോളൂ. പക്ഷേ എനിക്ക് അവളെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഒഴിവാക്കി കിട്ടണം. അത് മാത്രം ഘോര എനിക്ക് സാധിച്ചു തന്നാ മതി. ആ കാര്യം ഓർത്ത് തമ്പി പരിഭ്രമിക്കണ്ട. ദേവൂട്ടിയുടെ ഭൂമിയിലെ ദിനങ്ങൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു. ഇനി അവൾ ആയുസ്സോടെ ഇരിക്കാൻ മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. അല്ല, ഗഗന്റെയും വിക്രമന്റെയും കാര്യം തമ്പി അന്വേഷിച്ചോ? ഞാൻ പല വഴിക്കും അവരെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് ഘോര. പക്ഷേ ഇതുവരെ ഒരു വിവരവും കിട്ടിയിട്ടില്ല. ഏതായാലും ഘോര എത്തുമ്പോഴേക്കും ഞാൻ എവിടുന്നെങ്കിലും അവരെ തപ്പിയെടുത്തിരിക്കും. ഇനി അതിന്റെ പേരിൽ ഘോര വരാതിരിക്കരുത്. ഇനി എന്തു വന്നാലും ഞാൻ അവിടെ എത്തും. ഈ ഉഗ്രസേന ഘോര ഒരു വാക്ക് പറഞ്ഞാൽ അത് തെറ്റില്ല. തമ്പി തമ്പി ധൈര്യമായിട്ടിരിക്കുക. ആശ്വാസമായി. അയാൾ ഉടനെ എത്തുമെന്ന്. പക്ഷേ നമുക്ക് ചില കാര്യങ്ങൾ ഉടനെ പ്ലാൻ ചെയ്യേണ്ടി വരും. അത് ABCD ഞാൻ ഇങ്ങനെയാണ് എഴുതുന്നത്. ഇതാണ് എന്റെ സ്റ്റൈൽ. എഴുതാനോ? അതെനിക്കറിയാം. മാഡം, ഇന്നലെ ഞാൻ പറഞ്ഞ സത്യമാ. നമ്മൾ ഇന്നലെ കണ്ടില്ലേ ആ രണ്ടുപേര്? അവര് ശരിക്കും കഞ്ചാവ് കച്ചവടക്കാരാ. അവൻ കഞ്ചാവ് ബിസിനസ് നടത്തുന്നു എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. അതെ അതെ ദേവുട്ടി മാഡം, നമ്മുടെ സ്കൂളിലെ മുതിർന്ന കുട്ടികളെ പോലും അവർ കഞ്ചാവ് വിൽക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്.
സാബുവിനോട് പറഞ്ഞേക്കണം നാളെ മുതൽ കടവില്ലെന്ന്. പോലീസുകാരുടെ കണ്ണും വെട്ടിച്ച് ഈ സ്റ്റഫ് എങ്ങനെയാ കൊണ്ടുവരുന്നുള്ള പാട് ഞങ്ങൾക്കേ അറിയൂ. അതിൻ്റെ കൂടെ കടം കൂടി വേണമെന്ന് പറഞ്ഞാ നടക്കില്ലെന്ന് അവനോട് പറഞ്ഞേക്ക്. ആ വിട്ടു.